ആ പിന്നെ പറ 73 സീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ 73 അതിൽ കൂടുതലോ സീറ്റ് CPM നേടി മൂന്നാമത് തുടർഭരണം, അതായത് 15ാമത്തെ വർഷം തുടർഭരണം വരും. അത് 100% ഉറപ്പാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം ലേന കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് പണിയെടുക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ അനക്ക് 1 ലക്ഷം റുപ്യാണ് സ്പോൺസർ ചെയ്യണത്. ഓക്കെ, മനോജേട്ടൻ തിരിച്ച് 1 ലക്ഷം റുപ്യാണ് സ്പോൺസർ ചെയ്യണത്. ഇതൊരു ബെറ്റല്ല, എന്റെ ആത്മവിശ്വാസമാണ്, എന്റെ കോൺഫിഡൻസ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. 73 ഞാൻ പറഞ്ഞത്. അല്ല, ഇപ്പൊ 73 പറഞ്ഞു. ഈ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ടിയുടെ കാര്യം മുണ്ടേ ചെയ്യരുത്. ഇല്ല, മുണ്ടൂല. ഉറപ്പല്ലേ? ഇപ്രാവശ്യം ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 73 നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പാർട്ടി അല്ലെങ്കിൽ അത് പറഞ്ഞാണ്ട് ഒരിക്കലും ഞാൻ വേറെ ഒന്നും 73 വേണ്ട, 70 മുകളിലേക്ക് 70 ഉണ്ടായാലും അളക്കാൻ തരാം. അല്ല, 70 തരാം. 70 അമ്മോ, 70 ആയാലും കൊടുത്തു അമ്മോ. അതിനെ 71 തുടർ പറഞ്ഞേ. സീറ്റ് CPM ഉണ്ടാവും, 4 സീറ്റ് അതേപോലെ പിന്നെ BJPക്ക് ഉണ്ടാവും, ബാക്കി കോൺഗ്രസ്. അതായത് 73 4 77 ബാക്കി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ സീറ്റുകളൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല ഇവിടെ. അല്ല, ആയിക്കോട്ടെ, അത് നിങ്ങളെ ആത്മവിശ്വാസം കോൺഫിഡൻസ് ആയിട്ട്. അല്ല, ഞങ്ങളെ ആത്മവിശ്വാസമല്ല, കാരണം ഞങ്ങൾക്ക് എന്താ ആത്മവിശ്വാസം? ഞാനും അമ്മും കോൺഗ്രസ് ആണ്. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതായത് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം റുപ്യ കണക്ക് ഞാൻ പോയിന്റ് എന്താ അറിയോ, 5 വർഷം കഴിയുമ്പോ സാധാരണ ഗതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരം വരുന്നതാണ് കേരളത്തില്. അതുകൊണ്ടാണ് ഈ 5 വർഷം കൂടുമ്പോ ഭരണം മാറുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പിണറായി സർക്കാരിന്റെ ഭരണം അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ജനങ്ങൾ 99 സീറ്റ് തുടർ ഭരണം കൊടുത്തത്. എന്താണ് ഈ അടിപൊളി? അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനാണ്. അതായത് വികസനം. ഈ വികസനത്തില് പിണറായി സർക്കാർ കൊടുന്ന 10 വർഷത്തില് ഈ കേരളത്തിലുണ്ടാക്കിയ എന്തെങ്കിലും സംരംഭം വേണ്ടി പറഞ്ഞ ഞാൻ ഒരുപാടല്ല ഒറ്റൊന്ന്. അതായത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഇപ്പൊ നിലവില് ജനങ്ങള് ആസ്വദിക്കുന്ന ഒരു പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമ്മുടെ ഹൈവേന്റെ പണി. ഒറ്റ മിനിറ്റ് നിർത്തി വെച്ച ഒരു സംഭവം. അല്ലല്ല, ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാ. അല്ല, കേന്ദ്ര സർക്കാരാണ്, അത് ഞാൻ സമ്മതിച്ചു. കേരള സ്ഥലം എടുത്ത് കൊടുത്തിട്ടുള്ളൂ. ഏറ്റെടുത്ത് കൊടുക്കാൻ പറ്റൂല. 5000 കോടി എന്തോ അല്ലേ കോൺഗ്രസ് ആണ് അല്ലേ? പക്ഷെ ഇതേ അല്ലല്ല, അത് ആൾക്കാർ അറിയുമ്പോ അതും കൂടി അറിയണം. ഈ 5000 കോടി ഈ കേരളം എടുത്ത് കൊടുത്തപ്പോ തന്നെ വേറെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഇതേപോലെ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേരളം മാത്രം എന്ന് പറയരുതേ. പിന്നെ പിന്നെ ഈ ഇപ്പൊ എവിടെ പണിക്കണത്? കാന്തല്ലൂരല്ലേ? നീയും ഞാനും അമ്മൊക്കെ കാന്തല്ലൂരാ പണിക്കണത്. ഇവിടുത്തെ റോഡ് എങ്ങനെയുണ്ട്? ഇവിടുത്തെ റോഡ് അടിപൊളിയാണ്. കാരണം ഇത് ദേവികുളം പഞ്ചായത്താണ്. ഈ ദേവികുളം പഞ്ചായത്തിൽ 15 വർഷമായിട്ട് CPM ഭരണമാണ്. ഇവിടെ നല്ലതാവൂലെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, റോഡ് മോശം നോക്കാൻ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെ ആ റോഡ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ കാര്യം ചോദിക്കട്ടെ, പോസ്റ്റ് കഴിഞ്ഞ മുതൽ ഇങ്ങോട്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ. രാജേന്ദ്രൻ BJPന്റെ ആള് അല്ല, അയാള് മാർക്സിസ്റ്റ് പാർട്ടിന്റെ MLA ആയിരുന്നു മുമ്പല്ലേ? ഇപ്പോഴോ? അല്ല, ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജയരാജൻ ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞത്. അമ്പലപ്പുഴ എല്ലാ ആളെ, അതായത് പാർട്ടിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സഖാവ്? പിണറായി വിജയനാണോ ഏറ്റവും വലിയ പാർട്ടി? അതെ, ഇപ്പൊ പിണറായി വിജയനാണ് പാർട്ടി. പിണറായി വിജയൻ കേരളത്തില് 10 വർഷത്തിൽ കൊടുന്ന എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം പറ. പിണറായി വിജയൻ കൊടുന്നതോ? അതായത് എത്ര നിങ്ങൾക്ക് എണ്ണി പറഞ്ഞുതരണം. ഇപ്പൊ ഞാൻ ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞു. ഗെയിൽ പദ്ധതി അല്ല, ഒറ്റ മിനിറ്റ്. ഗെയിൽ പദ്ധതി പിണറായി വിജയൻ കൊടുന്നല്ല. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാനൊരു കാര്യം പറയാം. തുടർഭരണത്തിൽ ഉണ്ടായ ഒരു തുടർഭരണല്ല, 10 വർഷത്തിൽ പിണറായി വിജയൻ കൊടുന്ന എന്തെങ്കിലും സംരംഭം പറയൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സംരംഭം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് മെട്രോ അല്ലെങ്കിൽ അല്ലേ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാല് ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെടാൻ പറ്റാത്തൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളത്തിലെ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. അല്ല, അത് കേവല ദാരിദ്ര്യമാണ്. ആ കേവല ദാരിദ്ര്യം ഇപ്രാവശ്യം എടാ ഇജ്ജ് കണ്ടില്ലേ, മൈലപ്പുറമുള്ള ആൾക്കാർക്ക് നമ്മളെ വീട് വെച്ച് കൊടുക്കണം. പിന്നെ അത് പോട്ടെ, അനക്ക് അതേപോലത്തെ ഒരു 10,000 കുടുംബത്തിന് ഇപ്പൊ എടുത്തു തരാം. എന്റെ പാർട്ടിക്കാരെ ഏറ്റെടുക്കോ?
തീർച്ചയായിട്ടും അടുത്ത ഞങ്ങളെ പിന്നെ ഭരണത്തിലെ അടുത്ത പിണറായി വിജയൻ സർക്കാർ ഞാൻ കാര്യം പറയട്ടെ, ഇനി അടുത്തൊന്നും വേണ്ട, ഇപ്പൊ ഉള്ളതിനെ ഈ മൈലപ്പുറമുള്ളതിനെ ഏറ്റെടുത്താൽ മതിയില്ലേ? അപ്പൊ കേവല ദാരിദ്ര്യം ഇല്ലാതാക്കിയിട്ടില്ല കേരളത്തിൽ. അതായത് അവിടെയൊക്കെ ഓരോ ദാരിദ്ര്യമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞെന്താ അറിയോ, പിന്നെ ഇത് ഞങ്ങളെ 5 വർഷം കൂടി കേരളത്തിന് ഒരുപാട് സമയമായില്ലേ? ഇപ്പൊ എത്രയാകുമ്പോൾ സമയം? ഏകദേശം ഒരു 10-11 മണിയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇടയിൽ ചെറിയ രാഷ്ട്രീയമാണ്. ഞങ്ങൾ 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഷെരീഫും അമ്മും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാലോ, നമ്മളൊരു ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ഓൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പറഞ്ഞൊക്കെ വേണമെങ്കിൽ അവന് കൊടുക്കാം, കറക്റ്റായിട്ടും കൊടുക്കുകയൊക്കെ ചെയ്യും. ഓൻ്റെ ആത്മവിശ്വാസമാണ്. ഇപ്പോൾ ഇതേപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷന് അല്ലേ, ഷെരീഫ് പഞ്ചായത്ത് ഇലക്ഷന് എത്ര ദിവസം ലീവ് എടുത്ത്? ഒരാഴ്ചത്തോളം ലീവ് എടുത്തു. എന്നിട്ട് മറ്റേ എന്നിട്ട് ലീവ് എടുത്ത് പോയി ഇലക്ഷനും കഴിഞ്ഞിട്ട് അവൻ എന്താ കാട്ടിച്ചിട്ടാ, ഞങ്ങൾക്ക് പിന്നെ ലീവൊന്നുമില്ല, ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് വോട്ടും ഇല്ല അല്ലണ്ടോ? അല്ല ഇപ്പം നമുക്ക് രണ്ടാക്കൂല്ലല്ലോ, അണക്കില്ല എനിക്കില്ല. എന്നിട്ട് അവൻ പോയി വോട്ടും ചെയ്ത്, അത് മാത്രമല്ല ഓൻ അതിൽ പ്രസംഗിക്കുകയും ചെയ്തു. അല്ല പാട്ട് പാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജയിക്കാൻ റോഡിലൂടെ പോണ ഇതിൽ സ്ഥാനാർത്ഥിൻ്റെ പാട്ടൊക്കെ പാടിയിട്ട് തോറ്റിട്ട് അവൻ സൈറ്റിലേക്ക് അടക്കം വരാണ്ടിരുന്നു. അത് സൈറ്റിലേക്ക് പറഞ്ഞാൽ കമ്പനി കയറിയില്ല, ഒരാഴ്ചയായിട്ട് സങ്കടം കൊണ്ട് ദുഃഖാചരണമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഈ മാർക്സിസ്റ്റുകാർക്ക് എവിടുന്ന് ഇത്രയും വലിയ കോൺഫിഡൻസ് കിട്ടണമെന്നുള്ളത്. 4 സീറ്റ് ബിജെപിക്കും ബാക്കിയുള്ളത് കോൺഗ്രസിനും. 100% സതീശൻ വനവാസത്തിന് പോകാൻ റെഡി ആയി നിന്നോളൂ. വനം ഞങ്ങളുടെ റെഡിയാണ്, കൊടുക്കുവലിന്റെ മേലക്കട് കയറിയാൽ മതി. ഓക്കെ, ഇതാണ് മാർക്സിസ്റ്റുകാരെ ഒരു ഇത്. അതേപോലെ എൻ്റെ കുടുംബക്കാരുണ്ട്, എൻ്റെ അനിയൻ, അതേപോലെ തന്നെ എൻ്റെ അമ്മാവന്മാർ, ഇവരൊക്കെ ഇതിന് വേണ്ടി മരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ കോൺഗ്രസ്സുകാർ ഇതിനേക്കാളും വലിയ അഴിമതിയാണ്. പക്ഷെ എന്നാലും ഈ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കണ പോലെ ഭരിക്കാണ്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അല്ലേ, നമ്മളാണെങ്കിൽ കോൺഗ്രസ് അല്ലേ, എന്നാൽ BJP ഭരിച്ചോട്ടെ. ഞാനിവിടെ കണ്ടിടത്തോളം മനോജേട്ടൻ കോൺഗ്രസ്സുകാരനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. പക്ഷേ പ്രത്യേകിച്ച് രാഷ്ട്രീയം അല്ലല്ല, ഞാൻ കോൺഗ്രസ്സുകാർ, മനോജേട്ടൻ ഒരു ഒറിജിനൽ കോൺഗ്രസ്സുകാരനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാന്നറിയാം എനിക്ക്? മോദിയാ. അല്ല എൻ്റെ അമ്മയോട് വെച്ചോക്കെ. പിന്നെ എന്നൊക്കെ ഇത് ആരും ഇഷ്ടപ്പെടില്ല അറിയോ? ബുദ്ധിയുള്ള ആൾക്കാർ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആള് പിന്നെ നിങ്ങളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അംബാനി അദാനിക്കൊക്കെ ഇത് കൊടുക്കുന്ന ആൾക്കാരല്ലേ? ഒരേ അല്ലല്ല, ഒറ്റ മിനിറ്റ്, അണക്ക് കാന്തല്ലൂരിൽ ഏതാ സിമ്മുള്ളത്? ജിയോ ആരതാ? जियो किसका है? नहीं नहीं नहीं, मैं एक बात बोल रहे, 5 साल पहले 1 GB डाटा का कितना पैसा था? अभी पूरा आदमी को डाटा मिल रहा है, फॉर आदमी अभी इलेक्शन का सब कुछ बातें इसमें देखते हैं ना. किसका वजह से? हाँ, मोदी का वजह से. दिमाग नहीं है अभी ये लोग भी है ना. इले मोटू सही बात है. नहीं अगर ये इंटरनेट नहीं मिलेगा तो ये लोग कैसे देखेगा? ഷെരീഫേ ഇപ്പം ഞാൻ ഇവിടെ പണിക്കണില്ലേ, ഇത് ഇൻ്റർനെറ്റും ഇതും അത്രയും വൈഡായതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ ഓരോ വീഡിയോസ് ഇടുന്നു, ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ കാണുന്നു ഇല്ലേ, അതുകൊണ്ടല്ലേ നമുക്കിവിടെ പണി കിട്ടണത്. പിന്നെ ഒരു കാര്യം, കോൺഗ്രസ് ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ട് ഇന്ത്യ. ഇതൊക്കെ പണ്ടേ ഉണ്ടാക്കായിരുന്നു ഇല്ലേ? ഒന്നാം
ഒന്നാം UPA സർക്കാരിന്റെ സമയത്ത് വന്ന ഈ 2G സ്പെക്ട്രം അഴിമതി ഉണ്ടല്ലോ, ആ ആ ഒരു 2G സ്പെക്ട്രം അഴിമതിയിലാണ് മനോജേട്ടാ. ഇജ്ജ് പറഞ്ഞില്ലേ ഇപ്പൊ? അല്ലല്ല അല്ല തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അല്ല അതുകൊണ്ടാ പറഞ്ഞത്. ആ പിന്നെ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അലങ്ങനല്ല, നാല് കോട്ടെ. ഇതൊക്കെ ഞങ്ങളെ എന്റർടൈൻമെന്റ് ആട്ടോ. കണ്ടോ, അമ്മ ഭയങ്കര പണിയാണ്, കണ്ടില്ലേ? ആ ഈ ഇന്ത്യ അമ്മൂരി രാഷ്ട്രീയം പറയാം. ഈ ഒരു ഇൻ്റർനെറ്റും കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അമ്മും കോൺഗ്രസ്സുകാരത്തിയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം മോദീനെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ തിങ്ക് ചെയ്യാം. ഡിജിറ്റൽ പേയ്മെന്റ്സ് ആ ഈ നാട്ടിൽ ഇത്രയും കാലം ഭരിച്ചിട്ട് ഈ ഒരു അല്ല പിന്നെ പല ഇന്റർനാഷണൽ സ്റ്റേറ്റ്സുകളെല്ലാം നമ്മുടെ ഈ UPI ഐഡിയാണ് അവർ സെമിനാറിലും കാര്യങ്ങളിലും അങ്ങനെ വരുള്ളൂ. കാരണം സെമിനാർ അല്ല, ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളാണ്? അതായത് നമ്പർ 1, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യത്തെ പോലത്തെ UPI ഉള്ള പോലത്തെ ഒരു ഇതുമില്ല. 20 വർഷം ഗൾഫിൽ നിന്ന ആളാണ് ഞാൻ. അവിടെ ഇങ്ങനെ ഒരു ഇതില്ല. അതായത് ബാങ്കിൽ നിന്നാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാറ് അല്ലേ? അപ്പോൾ ബുദ്ധി വെച്ചിട്ട് ചിന്തിക്കണം ആൾക്കാർ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ പോലത്തെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ അമ്മാവനും അല്ലേ, എൻ്റെ അമ്മാവന്മാരൊക്കെ മറ്റേ എന്താന്ന് ഇവരോടൊക്കെ പറയാം. കോൺഗ്രസ്സുകാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നന്നാക്കുമോ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അതിനും കുറ്റം പറയേ. ഇന്നാളെ ഒരുത്തം പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ മറ്റേ ഇതിൽ റീൽസിലൊക്കെ പറഞ്ഞത് കമൻറ്റ് വരുകൊണ്ട് പറഞ്ഞതാട്ടോ അല്ലേ? ഇപ്പം ഇന്ന് രാവിലെ നമ്മളിട്ട ഇതിൽ പറഞ്ഞത് ഞങ്ങളത് കമൻറ്റ് വരുകൊണ്ടാണ് പറഞ്ഞത്. ഒരുത്തം കമൻറ്റ് അടിച്ചിട്ടുണ്ട്. എന്താണ് കമൻറ്റ് അടിച്ചമ്മോ? ആ കിട്ടണ നിങ്ങൾ ഒരുപാട് സമ്പാദിക്കണ്ടല്ലോ, കിട്ടുന്ന പൈസ ആശുപത്രി കൊടുക്കണ്ടായിരുന്നു. കണ്ടില്ലേ ഇപ്പോൾ സമയം എത്ര വെച്ചിട്ടാ? 10 മണി. അതും എവിടെയെന്നറിയോ? കാന്തല്ലൂർ. തണുപ്പ് സമയത്ത് ഇവിടെ നിന്ന് ഈ പണി കിടന്ന് ഇങ്ങനെ പൈസ ഉണ്ടാക്കണത് അല്ലാണ്ട് വെറുതെ വീട്ടിൽ കിടന്ന് കടന്നുറങ്ങിയുണ്ടാവില്ല. രാഷ്ട്രീയം എന്തായി കഴിഞ്ഞാൽ എനിക്കും അമ്മൂനും എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് വോട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറയാനൊന്നും പറ്റില്ല. ഓക്കെ.